വെൽക്കം ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ EDPയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. EDPയിലെ ഫേസസ് 3 സ്റ്റേജിലൂടെയാണ് നമ്മൾ EDP പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് കണ്ടു. ആ ഒരു ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് അല്ലെങ്കിൽ കരിക്കുലം ഓഫ് EDP ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു EDP പ്രോഗ്രാമിലൂടെ പാർട്ടിസിപ്പൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയ നമ്മൾ കവർ ചെയ്യണം, അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ദ ടെക്നിക്കൽ നോളേജ് ആൻഡ് സ്കില്ല്. നമുക്ക് ടെക്നിക്കൽ സൈഡ് നന്നായിട്ട് അറിയണം. കാരണം തിയറി മാത്രം അറിഞ്ഞാൽ പോരാ, ടെക്നിക്കലി നമ്മളതെങ്ങനെ റോൾ ചെയ്ത് പോകണം അല്ലെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിനുള്ള ഒരു സെക്ഷനും കൂടിയാണ് ഈ EDPയിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലെല്ലാം കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ടെക്നോളജി ഒരു കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ അറിയണം. അതിൻ്റെ റിപ്പയർ, അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ്റെനൻസ്, ഇനി അതിൽ ലേറ്റസ്റ്റ് ടെക്നോളജി വന്നാൽ നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു ടെക്നിക്കൽ നോളജ് സ്കില്ല് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അച്ചീവ്മെൻറ്റ്, മോട്ടിവേഷൻ ട്രെയിനിങ്. ഏറ്റവും കൂടുതൽ ഒരു ഓൺട്രപ്രണറിന് വേണ്ടത് മോട്ടിവേഷനാണ് അല്ലേ? എന്നാൽ മാത്രമാണ് ആ ഒരു ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ഫുൾ എഫേർട്ട് അവരെടുക്കുള്ളൂ. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു മെൻ്റൽ ട്രെയിനിങ്, അതേപോലെ തന്നെ ഒരു ഫിലോസഫി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷണൽ ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതൊരു ഓൺട്രപ്രണറിന് ഒരു ബൂസ്റ്റപ്പ് ആയിരിക്കും വരിക. അവർക്കത് ഡെഫിനറ്റ്ലി ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് ഒരു തോട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങണം, അത് നമുക്ക് അതിനുള്ള സപ്പോർട്ടുകളുണ്ട്, അപ്പോൾ നമുക്കൊന്നും തന്നെ പേടിക്കാനില്ല, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു മോട്ടിവേഷണൽ, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ട്രെയിനിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഏതെങ്കിലും ഗെയിം സെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ റോൾ പ്ലേ ഒക്കെ നടത്തി അങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസും അതേപോലെ തന്നെ സെൽഫ് അവെയർനെസ്സും ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ട്രെയിനിങ്ങിലൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ദ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്. നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കും. നമ്മൾ ഏതാണ്, അതായത് ഈ ഒരു EDPയിലൂടെ നമ്മൾ പാർട്ടിസിപ്പൻസിനെ ഹെൽപ്പ് ചെയ്യാണ്, എന്ത് ഒബ്ജക്റ്റീവാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രൊജക്റ്റ് ഓർ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ ഒരു ഓവർ ലുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള, അതാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. റോ മെറ്റീരിയൽസ്, അത് നമുക്ക് എവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും, എങ്ങനെ നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം. സ്കേഴ്സ് റിസോഴ്സാണ്, നമുക്കറിയാം റോ മെറ്റീരിയൽസ് എല്ലാം സ്കേഴ്സ് ആണ്. സോ ഹൗ ടു യൂട്ടിലൈസ്. അതേപോലെ തന്നെ മെറ്റീരിയൽ, ലേബർ ആൻഡ് ഫണ്ട്, അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഇതൊക്കെ നമുക്ക് എവിടെ നിന്നെല്ലാം അവൈലബിൾ ആകുന്നു, അത് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഷെഡ്യൂൾ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് എന്താണ്, അത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ അപ്പ് വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതാണ് സപ്പോർട്ട് സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അസിസ്റ്റൻസ്, ഫിനാൻഷ്യലി അതേപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന വാരിയസ് ഓർഗനൈസേഷൻസ് ആൻഡ് ഏജൻസീസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ അവർ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണ്, നമുക്കതൊക്കെ എപ്പോഴാണ് അവൈലബിൾ ആകുന്നത്, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഏജൻസികൾ ഏതൊക്കെയാണ്, അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, ഡിസ്ട്രിക്ട് ലെവലൊക്കെ വർക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഏജൻസികളുണ്ട്. അപ്പോൾ അവരെങ്ങനെയൊക്കെയാണ് നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുക, എങ്ങനെ വേണം, അങ്ങനെയുള്ള ഒരു ഓവറോൾ സ്റ്റഡി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് മാർക്കറ്റ് സർവേ. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്, അപ്പോൾ അതിനു മുന്നേ നമ്മളൊരു ഇനീഷ്യൽ രീതിയിൽ ഒരു മാർക്കറ്റ് സർവേ കണ്ടക്ട് ചെയ്യേണ്ടത്. ഏതിനാണ് കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്, എങ്ങനെ, ഇപ്പോൾ ഓൾറെഡി ഉള്ള ചിലപ്പോൾ പ്രൊഡക്റ്റ് ആയിരിക്കാം, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തണം, അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു മാർക്കറ്റ് സർവേ നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാനേജർ സ്കില്ല് അല്ലേ, നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ചിലപ്പോൾ ഒരു ഫിനാൻസ് ആയിരിക്കാം, പ്രൊഡക്ഷൻ ആയിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം, ഇങ്ങനെയൊക്കെ ഒരു ഓവറോൾ ആക്ടിവിറ്റീസാണ് നമ്മുടെ ഒരു ബിസിനസ്സിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുക. അതിന് എല്ലാം ഒരേപോലെ
കാരണം നമുക്ക് വാരിയസ് ആസ്പെക്ട്സ് ആണ് നമുക്കൊരു ബിസിനസ്സിലുള്ളത്. ആ എല്ലാ ഏരിയയിനെയും നമുക്ക് ഒരേപോലെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് മാനേജർ സ്കിൽ ആവശ്യമുണ്ട്. അതൊക്കെ നമുക്ക് EDPയിലൂടെ അവൈലബിൾ ആകുന്നുണ്ട്. ഒപ്പം തന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഓർ ഇൻ പ്ലാന്റ് ട്രെയിനിങ്. നമുക്ക് EDP പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പാർട്ടാണ് ഇൻഡസ്ട്രിയൽ വിസിറ്റ്. ഇപ്പോൾ ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ പോയി നമ്മളത് വിസിറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്, അതിൻ്റെ പാക്കേജിങ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻഡസ്ട്രിയൽ വിസിറ്റ് അല്ലെങ്കിൽ ഒരു ഇൻ പ്ലാന്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു പാർട്ടിസിപ്പൻസിന് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ EDPയുടെ ഒരു കരിക്കുലം അല്ലെങ്കിൽ കണ്ടൻ്റാണ് പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ. നമുക്കൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ, ഒരു ടെക്നിക്കൽ അസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമ്മൾ വാരിയസ് ഏജൻസീനെ നമ്മൾ അപ്രോച്ച് ചെയ്യും. അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് പ്രൊജക്റ്റ്. ആ ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് റിപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ അപ്രോച്ച് ചെയ്യുക. ആ റിപ്പോർട്ട് നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അവരത് അനലൈസ് ചെയ്ത് ഓക്കെ ഈ ഒരു പ്രൊജക്റ്റിന് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകും എന്ന് അവർക്ക് ഉറപ്പ് വന്നാൽ മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഫിനാൻഷ്യൽ ഓർ ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒരു ഓൺട്രപ്രണറിന് കിട്ടുക. അപ്പോൾ അതെങ്ങനെ ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം, ഇതിനൊക്കെയുള്ള എല്ലാ ട്രെയിനിങ്ങും EDPയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു EDP നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പൻസിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്.